ഡ്രീം ഇലവൻ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. ഡ്രീം ഇലവൻ മാത്രമല്ല, റമ്മി സർക്കിൾ പോലുള്ള എല്ലാ ഓൺലൈൻ ഗെയിമുകളും പുതിയ സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം റിയൽ മണി വെച്ചുള്ള ഒരു ഗെയിമും ഇന്ത്യയിൽ ഇനി മുതൽ അലൗഡ് അല്ല എന്നതാണ് പുതുതായി വന്ന നിയമം. ഈ നിയമത്തിൽ വ്യത്യാസം വരുന്നത് വരെ, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നത് വരെ ഒരു ഓൺലൈൻ ഗെയിം ആപ്ലിക്കേഷനുകളും ഇനി മുതൽ അവൈലബിൾ അല്ല. കൂടാതെ ഇതിന് കമ്പനികൾ കോർട്ടിൽ പോകാൻ സാധ്യതയുണ്ട്. കോർട്ടിൽ പോയി പോസിറ്റീവ് വിധി കിട്ടുകയാണെങ്കിൽ മാത്രം ഇനി ഡ്രീം ഇലവൻ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഇൻവോൾവ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർക്ക് ഇതൊരു സങ്കടകരമായ ന്യൂസാണ്. എന്നിരുന്നാലും ഇന്ത്യയിലെ ജനങ്ങളുടെ നന്മയെ ഓർത്ത് മിക്ക ആൾക്കാരും, സാമ്പത്തികമായി വീക്കായ ഇന്ത്യയിലെ മിക്ക ആൾക്കാരും കഷ്ടപ്പെട്ട പൈസ ഇതുപോലുള്ള ആപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരുത്തുന്നത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയും അത് കാരണമാണ് ഇത് നിരോധിച്ചിട്ടുള്ളത്. ഏതായാലും ഡ്രീം ഇലവൻ കൃത്യമായ ക്യാഷ് ബാക്കും വിത്ഡ്രോവലും സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവസാനമായി നമുക്ക് കളിക്കാനായി ഒരു ഫ്രീ കോൺടെസ്റ്റ്, നമ്മുടെ 100 ടൂർണമെൻറ്റിൽ ഫ്രീ കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രീ കോൺടെസ്റ്റിൽ 6 ടീമുകൾക്ക് ജോയിൻ ചെയ്യാം. ഐഫോണാണ് സമ്മാനം. ജോയിൻ ചെയ്യുന്നവരിൽ ആദ്യത്തെ 20 പേർക്ക് iPhone 16 സമ്മാനമായി കിട്ടുന്നുണ്ട്. 100 ഗെയിംസിൽ 2 ഗെയിമുകൾക്ക് ഇന്ന് ഫൈനലായിട്ട് പ്രൈസ് മണി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡ്രീം ഇലവൻ മറ്റ് മേഖലകളിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ ക്രിക്കറ്റ് ടീമിനെ അടക്കം സ്പോൺസർ ചെയ്യുന്ന കമ്പനിയാണ്. 3000 കോടിയോളം രൂപ ടേൺ ഓവറുള്ള കമ്പനിയാണ്. പുതിയ മേഖലകളിലേക്ക് അവർക്ക് എത്താൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് പൈസ വിത്ഡ്രോവൽ ചെയ്തു. ഇതിൽ 2000 രൂപയോളം ഉണ്ടായിരുന്നു. അത് വിത്ഡ്രോവൽ ചെയ്തു. വിത്ഡ്രോവൽ ചെയ്യാൻ പ്രൊഫൈലിൽ പോയി മൈ ബാലൻസ് എടുത്ത് വിത്ഡ്രോവൽ അടിച്ചാൽ മാത്രം മതി. എൻ്റെ കയ്യിൽ ഇനി 49 പൈസ മാത്രമേ ഉള്ളൂ. ആ 49 പൈസ കൂടെ 49 പൈസ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മറ്റ് 1000ഓളം രൂപ ഞാൻ ഇന്ന് വിത്ഡ്രോവൽ ചെയ്തു. ഓൺ ദി സ്പോട്ട് വിത്ഡ്രോവൽ മണി കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.